ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പപ്പായ വെച്ചിട്ട് ചിക്കൻ കറിയുടെ അതേ രുചിയിലുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. പപ്പായ കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള കറികളും ഓലനും തോരനും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ടിപ്സ് കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയാം, വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിലും ഞാൻ ഇതുപോലുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടിപ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പപ്പായ കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ അതിലേക്ക് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാത്രം ചൂടാക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, കാരണം നമ്മുടെ നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഏകദേശം ഒരു 7 അല്ലി വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1/2 കപ്പ് വറുത്തെടുത്ത തേങ്ങയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്പ്. നമുക്ക് തേങ്ങ ഇതുപോലെ വറുത്ത് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 5-6 മാസക്കാലത്തോളം സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമ്മളതിൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. പിന്നീട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ തേങ്ങ വറുത്തിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ വറുത്തരച്ചുള്ള കറികൾ, അതായത് വറുത്തരച്ച ചിക്കൻ കറി, വറുത്തരച്ച സാമ്പാർ, മസാലക്കറികൾ, മീൻ കറി, ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു വറുത്തെടുത്ത തേങ്ങയുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ അരച്ച് കറിയിലേക്ക് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ കറി ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുന്നേ ആ ഒരു കറിക്ക് ആവശ്യമുള്ള വറുത്തെടുത്ത തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ടൈം ആകുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ പോയി കിട്ടും. അങ്ങനെയാകുമ്പോൾ ആ തേങ്ങ ചൂടാക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സൂക്ഷിച്ച് വെക്കുമ്പോൾ നല്ലൊരു കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ച് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങ കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലൊന്നും വെള്ളം ഉണ്ടാകാനും പാടില്ല. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ അത് കേടായി പോകും. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് പപ്പായയുടെ പകുതിയോളം വരും. ഇതിനി നമുക്ക് കറി ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കഷ്ണം സവാള ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ തക്കാളിയും സ്ക്വയർ ആക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടച്ചു വെച്ച് ഈ പപ്പായൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറിയുടെ മുകളിലായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആ വറുത്തെടുത്ത തേങ്ങയുടെ എണ്ണയാണിത്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്കൊന്നും താളിച്ചൊഴിക്കുന്നൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ഇതിലേക്ക് താളിച്ചൊഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇത് താളിച്ചൊഴിക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി പോലുള്ള പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ കാണാം പപ്പായൊന്നും അധികം വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. അതേസമയം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ഇതുപോലെ ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലോ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിൽ ഉണ്ടാക്കിയാൽ പപ്പായ വെന്തുടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി വീട്ടിൽ പപ്പായ ഉള്ളപ്പോൾ ഈ രീതിയിൽ കറി ഉണ്ടാക്കി നോക്കണം. ഈ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള പപ്പായ കറി ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാനിന്ന് ഷെയർ ചെയ്ത ടിപ്സും മറക്കണ്ട. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.